ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി 24 ജൂൺ 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയെ കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകളോ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഗൃഹവാഹന സൗഖ്യം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നന്നായിരിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. പൊതുവെ സാമ്പത്തികമായിട്ടും നേട്ടങ്ങളുണ്ടാവും. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്തും ഭാഗ്യപുഷ്ടിയും അനുഭവപ്പെടും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നല്ലതാണ്. തുലാം രാശി ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. തൊഴിൽപരമായിട്ടും ശത്രുക്കളിൽ നിന്നുള്ള പല വിധത്തിലുള്ള വിഷമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും. ഇതെല്ലാം അതിജീവിച്ച് പോകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും.
വൃശ്ചിക രാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിൽ ഉണ്ടാകും. സന്താനങ്ങൾക്ക് എന്തെങ്കിലും വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾക്കും സാധ്യത കൂടുതലാണ്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നല്ലതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യവും ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വീട് വയ്ക്കുന്നതിന് സ്ഥലം വാങ്ങിക്കുന്നതിനൊക്കെ വളരെ നല്ല സമയമാണ്. ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മനസ്സമാധാനക്കുറവുകളോ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. പൊതുവെ വാരം നന്നായിരിക്കും. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സന്താനങ്ങളാൽ മനസ്സമാധാനമോ സാമ്പത്തിക നില മെച്ചമാവാനോ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ വാരം നല്ലതാണ്. കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഇപ്പോൾ ഏഴരശനി കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കണം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ധനപരമായിട്ട് വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഏഴരശനി ആയിട്ട് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും. ശനിപ്രതി വരുത്തുക. നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി പോരിട്ടായുടെ അവസാനത്തെ 15 ആഴ്ച ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഏഴരശനി കാലം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലുവേദനയും നടുവേദനയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഴ്ചകളൊക്കെ ഉണ്ടാകാതിരിക്കുക. കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ വീഴ്ചകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധ വേണം. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. മറ്റുള്ളവരിൽ നിന്ന് അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിപ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9.